ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു കപ്പ തൈര് കൂട്ടുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ കപ്പയാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല കട്ട തൈരും എടുത്തിട്ടുണ്ട്. 1 കിലോ കപ്പയ്ക്ക് 250 ഗ്രാമോളം തൈരാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്കിനി വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അപ്പം വെള്ളം തിളച്ചിട്ട് വേണം ഈ കപ്പ കഴുകി വെച്ചിരിക്കുന്ന കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കഴുകിയ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കുക. അത് നന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. കപ്പ വേകാൻ അധികം സമയം എടുക്കത്തില്ല, ഒരു 3-5 മിനിറ്റ് എടുക്കത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് ആ പാകത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് ഈ വെള്ളം ഊറ്റി കളയേണ്ടതാണ്. അപ്പോൾ നികത്തെ വെള്ളം വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഞാൻ അരപ്പുണ്ടാക്കാൻ പോവുകയാണ്. അപ്പം തേങ്ങ, അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പച്ചമുളക്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ഒരു 3 അല്ലി, കറിവേപ്പില, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കുക. നന്നായിട്ട് അരയരുത്, ഈ പരുവത്തിൽ അത് അരച്ച് കിട്ടണം. ഇനി നമുക്ക് വേവിച്ച കപ്പയിലേക്ക് അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഈ അരപ്പ് വേകാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ആവശ്യമാണ്. അപ്പം അരപ്പിൻ്റെ ചൊവയൊക്കെ ഒന്ന് മാറി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കപ്പയിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് അരപ്പ് ചേർത്ത് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ അതിൻ്റെ അരപ്പിൻ്റെ ചൊവയൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇത് കപ്പ റെഡി ആയിട്ടുണ്ട്. അരപ്പിൻ്റെ എല്ലാം നന്നായിട്ട് പാകമായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യേണ്ടത്, ഇത് ആവി മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഒന്ന് തണുക്കണം, അത്ര തണുക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ കടുക് വറക്കാനുള്ളത് തയ്യാറാക്കാം. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് കടുക് ചേർത്തിട്ടുണ്ട്. ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില, സവാള ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ കളറാണ്. സവാളയൊക്കെ നമുക്ക് ഏറെ ചേർത്ത് കൊടുക്കുന്നത് ഏറ്റവും ടേസ്റ്റ് കൂട്ടും കപ്പയ്ക്ക്. ഇത് ഒരു സവാള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്. ഇപ്പോൾ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കാതെ. ഇനി നമുക്ക് ആ ബ്രൗൺ കളറിലുള്ള ആയിട്ടുള്ള സവാളയും ആ മിക്സ്, ആ കടുക് വറുത്ത മിക്സ് ചേർത്ത് കൊടുത്ത് തൈരും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം കപ്പ തൈര് കൂട്ട് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ച് കഴിക്കാനാണെങ്കിൽ തനിയെ കഴിക്കുന്നതും നല്ലതാണ്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക.